ശിവ ആദ്യമുണ്ടായി. ശിവയാണ് ഫസ്റ്റ് ചൈൽഡ്. 2 കുട്ടികളാണുള്ളത്, 2 ആൺകുട്ടികളാണ്. മൂത്ത ആളാണ് ഓട്ടിസ്റ്റിക്, 17 വയസ്സായി. ശിവ ഉണ്ടായ ഡേ 1 മുതൽ അതൊരു എനിക്കറിയായിരുന്നു എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട് ആ ജേർണിയിൽ. ഞാൻ CS കഴിഞ്ഞ് CS ഇന്റർ കഴിഞ്ഞ് LLB കഴിഞ്ഞ് CS ഇന്റർ കഴിഞ്ഞ് കോർപ്പറേറ്റിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള ആ ഒരു ഡ്രീമിൽ ഇരിക്കുമ്പോഴാണ് ശിവ അൺഎക്സ്പെക്റ്റഡ്ലി ഞങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. പക്ഷെ ഹാപ്പി ആയിട്ടൊരു നല്ല ഒരു മെഡിക്കൽ മോനായിരുന്നു. പിന്നെ ആ ജേർണി രാത്രികൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, ദിവസവും ഓരോരോ സ്ട്രഗിളുകൾ. പാല് കുടിക്കാൻ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വരെ പഠിപ്പിച്ച അമ്മയാണ് ഞാൻ. അന്ന് തുടങ്ങിയതാണ് എന്നെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യണത്. ചിലപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോകും, കാരണം ആ ജേർണി അങ്ങനെയാണ്. സോ അപ്പോൾ അങ്ങനെ ബ്രസ്റ്റ് ഫീഡിങ് മുതൽ പഠിപ്പിച്ച ആ കാലത്ത് എല്ലാവരും ചോദിക്കും, ഇതെന്താ ഇങ്ങനെ, നീ മര്യാദയ്ക്ക് നോക്കാഞ്ഞിട്ടാണ്, നീ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ്, ഞാൻ കൂടുതൽ എൻ്റെ പഠിത്തത്തിലേക്ക് ശ്രദ്ധിച്ചതുകൊണ്ടാണ് എന്നൊക്കെയുള്ള കുറ്റങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നിരുന്നു ഞാൻ നിരന്തരമായിട്ട്. അപ്പൊ എന്നും അപ്പൊ ഈ ശിവ ഉണ്ടായപ്പോ മുതൽ ഞാൻ പുതിയത് പഠിക്കണം, എന്നെ ആരും പഠിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ എല്ലാരും പറഞ്ഞ എല്ലാ കുട്ടികളും ഇങ്ങനെയാണ്, നീ അത് ചെയ്യാത്തോണ്ടാണെന്നുള്ള എന്നും കേൾക്കുമ്പോ നമുക്കും വിചാരിക്കുമല്ലോ ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് കുട്ടിയെ ശ്രദ്ധിക്കാം. അപ്പൊ പഠിത്തമൊക്കെ മാറ്റി വെച്ചു. അന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോയത് നിർത്തിയിട്ട് ശിവയുടെ കൂടെ തന്നെ ഫുൾ ടൈം ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ പോയി. അപ്പൊ അനുഭവം പറഞ്ഞു, കോയമ്പത്തൂരാകുമ്പോൾ നിനക്ക് കുറച്ചുകൂടി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പഠിക്കാനും എളുപ്പമാവും, ഇപ്പൊ ഇവിടെ എല്ലാവരുടെയും കൂടെയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി. ഞാനും അനുഭവം മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശിവ വർത്താനം പറയും. അന്ന് മുതൽ ഡേ 1 മുതൽ എവിടെയും ഡയഗ്നൈസ് ഒന്നും ചെയ്തിട്ടില്ല ശിവയ്ക്ക് ഓട്ടിസം ഉണ്ടെന്ന്. കാരണം ഇവൻ സോഷ്യലൈസ് ചെയ്യും എല്ലാവരുമായിട്ട്. പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ഇല്ല എന്നുള്ളത്, അങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ബോധമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലായിടത്തും ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവൻ അവിടെയൊക്കെ അഡാപ്റ്റ് ചെയ്യും, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊരു കാര്യത്തിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ശിവ എണീക്കണേട്ട് മുമ്പ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ ഞങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ അനൂപ് ഉണ്ടാവണം. അനൂപ് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു 4:30 മുതൽ അനൂപിനെ വിളിച്ചുകൊണ്ടിരിക്കും, എപ്പോ വരും. കാരണം അത്രയും ഡെസ്പറേറ്റ് ആകും 4:30 ആവുമ്പോ നമ്മള്. ആ 4:30 അനൂപിനെ ഒന്ന് കണ്ടിട്ട് ശിവയെ കൊടുത്തിട്ട് ചിലപ്പോൾ കുറച്ചധികം നേരം ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ ഫോൺ നോക്കാനാണ് എന്റെ ജോലിയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. എന്റെ ആ ഒരു മൊമെന്റ് അതാണെന്ന് ആർക്കും മനസ്സിലാവണില്ല. എനിക്ക് എന്റേതായി കിട്ടുന്ന ഒരു ഹാഫ് ആൻ അവർ, കുറച്ചധികം നേരം ഞാൻ ഫോണിലോ എന്തെങ്കിലും പാട്ട് കേട്ട് ഞാൻ ചിലപ്പോൾ അവിടെയൊക്കെ ഇരുന്നും കിടക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കുളിക്കിട്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ജേർണിയിൽ ഒരു ദിവസം, പിന്നെ എന്നും ഈ ജഡ്ജ്മെന്റിലാണല്ലോ ആൾക്കാർ. അപ്പൊ ആ ജഡ്ജ്മെന്റിൽ ഒരു ദിവസം എന്നോട് പറഞ്ഞു, സ്കൂളിൽ വിട്, നിന്റെ മുഖം മാത്രം കണ്ടുകൊണ്ടിരിക്കണോണ്ടാണ് അവൻ വർത്താനം പറയാൻ. ശരി, അപ്പൊ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ടീച്ചർ എന്നെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു, മോനെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഈ പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് ഒരു ഷോക്കായിരുന്നു. ഇത് എന്ത് പ്രശ്നമാണോ അവര് പറയുന്നത്, ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളൊരു ആരെങ്കിലും കാണിക്കേണ്ടി വരും മോനെ കൊണ്ടുപോയിട്ട്. അപ്പൊ ഞാൻ അനൂപിനെ വിളിച്ചു. ഞാൻ ഒരു പാനിക് അറ്റാക്ക് പോലെയാണല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ. ഞാൻ അനൂപിനെ വിളിച്ചു. അനുഭവം വന്നു. അപ്പം മുതൽ എനിക്കറിയാം ഞാൻ എൻ്റെ സ്വബോധത്തിലല്ല. പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ബുക്കുകളൊക്കെ അടച്ചു വെച്ചു. എനിക്ക് മനസ്സിലായി ശരിക്കും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അവർ പറഞ്ഞത് എനിക്ക് ആക്സെപ്റ്റൻസ് ഇല്ല, 0 ആക്സെപ്റ്റൻസ് ആണ് എനിക്ക്. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള എന്തോ ഒരു ഡൗട്ട് അവര് സ്ഥിരമാക്കി എന്നുള്ളത് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിയിലുള്ള പേര് പറയുന്നത് ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ പോയി ഡയഗ്നോസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ശരിക്കും ഒരു കുഴപ്പമില്ല, അത് കുറച്ച് ഡിലേ ആണ്, അത് മാറിക്കോളും. കാരണം ഈ സോഷ്യൽ കോഷ്യന്റ് ശിവയ്ക്കുണ്ട്. വേർഡ്സും ശിവ അപ്പൊ പറയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്കും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്താണ് കറക്റ്റ് ആയിട്ടുള്ള അവസ്ഥ. അങ്ങനെ ആ ജേർണി അങ്ങനെ പിന്നെ തിരിച്ചു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ സ്കൂളുകാർ ഇത്ര എന്നെ പാനിക് അറ്റാക്ക് ആക്കിയവർക്ക് നല്ല തിരിച്ചു മറുപടി കൊടുക്കണം, അവരെ ഞാൻ കാണിച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ തോന്നിയിരുന്നു. പക്ഷെ അവരെനിക്ക് അന്നൊരു സിഗ്നൽ ഒന്നും ഞാൻ അറിഞ്ഞില്ല. പിന്നെ നമ്മൾ ഈ ജേർണി തുടർന്നുകൊണ്ടിരുന്നു. സിദ്ധുവായി
ആയപ്പോൾ ശിവയ്ക്ക് ശരിക്കും ബുദ്ധിമുട്ടുകൾ നല്ലോണം വിസിബിൾ ആയി തുടങ്ങി. അപ്പൊ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പൊ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജഡ്ജ്മെന്റിലാണല്ലോ. അപ്പൊ മലയാളം ഒന്നും കേൾക്കാത്തതുകൊണ്ടാണ് കുട്ടി മര്യാദയ്ക്ക് ഭാഷ പറയാത്തത്. നിങ്ങള് പകുതി ഇംഗ്ലീഷ് പറയും, പകുതി മലയാളം പറയും, പുറത്തിറങ്ങിയ തമിഴ്, സ്കൂളിലെ ഇംഗ്ലീഷ്, ഇങ്ങനെ മൾട്ടിപ്പിൾ ലാംഗ്വേജ് ആണ്. അതുകൊണ്ടാണ് കുട്ടി ഒന്നും പഠിക്കാതെ. അവനെ മര്യാദയ്ക്ക് നാട്ടിൽ കൊണ്ടുവന്ന് നിർത്ത്, അപ്പൊ ശരിയാവും. വീണ്ടും നാട്ടിലേക്ക് വന്നു. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അനൂപ് അത് റിസൈൻ ചെയ്ത് വളരെ ചെറിയൊരു ജോലിയിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യുമ്പോൾ പ്രോപ്പർ ഡയഗ്നോസ് കിട്ടി, ശിവ ഓട്ടിസ്റ്റ്. അപ്പൊ ആ ഒരു മൊമെന്റില് അവിടെ വെച്ച് ഒരു ഡോക്ടർ ഈ ഒരു ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ ഞാൻ പറയണ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രോസൺ സ്റ്റേറ്റ് ആണ് ഞാൻ. എന്റെ ബ്രെയിൻ വർക്ക് ചെയ്യണില്ല, എനിക്കറിയില്ല. ഞാൻ ആകെ ആ ഡോക്ടറുടെ അനുഭവപ്പെടുത്തിരുന്ന് കരയുന്നുണ്ട്. പക്ഷെ ഞാൻ ആകെ കേട്ടത് ഇവൻ ട്രെയിനബിൾ ആണ്. 2 വർഷമേ നിങ്ങൾക്ക് ഇനിയുള്ളൂ. ഈ 2 വർഷം കൊണ്ട് ശിവനെ ട്രെയിൻ ചെയ്ത് മാറ്റണം. ഈ ട്രെയിനബിൾ എന്നുള്ളത് എന്നെ എഫക്ട് ചെയ്തു. 2 വർഷം ഞാൻ ഇവനെ ട്രെയിൻ ചെയ്യണം. അപ്പൊ ഈ ട്രെയിൻ ചെയ്യാൻ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ഇത് വേറൊരാളുടെ ചുമതലയാണ്. ഞാൻ അമ്മയാണ്, എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പുറത്തൊരാൾക്ക് കൊടുക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സില് പിന്നെ ഒരു ഓട്ട മത്സരം തന്നെയായിരുന്നു. അന്ന് ശിവ കുറെ വേർഡ്സ് പറയുമായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു 4.5 വയസ്സ് മുതൽ 2015 മാർച്ച് 23 വരെ ഒരു തെറാപ്പി സെന്റർ അല്ല, 2, 3, 4. അവൻ ഒരു ദിവസം പോയി തിരിച്ചു വരുന്ന ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞും എനിക്ക് ഇമ്പ്രൂവ്മെന്റ് അല്ല തോന്നണേ. ഇവൻ കുറച്ചും കൂടി റിഗ്രസ് ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. പക്ഷെ അപ്പോഴും ഞാൻ എനിക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കഷ്ടകാലമായിരിക്കും, എല്ലാം നമ്മുടെ തലയിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആ ഓരോ വർഷങ്ങൾ കഴിഞ്ഞു ഈ തെറാപ്പിക്ക് പോയി. ഒരു ദിവസം 3 തെറാപ്പി കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ട് ഇരുത്തി ആ കുട്ടിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൻ കരച്ചിലാണ്. കരയാത്ത കുട്ടിയാണ്, പക്ഷെ കരച്ചിലും കൂടെ തുടങ്ങും. അത് കഴിഞ്ഞ് രാത്രി ഒരു ദിവസം ഉറങ്ങണേ ഇല്ല. അപ്പൊ ഇവനെന്തായിരുന്നു ഉറങ്ങിച്ചു? ഞാൻ പലതും ശ്രമിച്ചു നോക്കി, ഉറങ്ങണില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് എനിക്ക് തന്നെ തോന്നി, ശിവ നാളെ നീ തെറാപ്പിക്ക് പോകണ്ട എന്ന് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് പറഞ്ഞ് ഞാൻ 5 സെക്കൻഡ് ഞാൻ എന്തോ ആലോചിച്ചോണ്ടിരുന്നു. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞു ശിവ ഉറങ്ങി. അപ്പൊ എനിക്ക് തോന്നി അയ്യോടാ അവന്. അപ്പൊ പിറ്റേ ദിവസം നമ്മുടെ തല, ഞാൻ പറഞ്ഞില്ലേ മരവിച്ചിരിക്കുന്ന തലയാണല്ലോ. അപ്പൊ പിറ്റേ ദിവസം ഞാൻ ഈ പൊട്ടത്തരം പോയിട്ട് തെറാപ്പിസ്റ്റിനോട് പറഞ്ഞു. ഞാനൊരു തെറാപ്പിസ്റ്റിനെ ബ്ലെയിം ചെയ്യില്ല, ഞാൻ എന്റെ പൊട്ടത്തരത്തിനെയാണ് അവിടെ പറയുന്നത്. കാരണം ഓവർ തെറാപ്പിയാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത്. അതാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, അല്ലാതെ ഞാൻ ഒരു തെറാപ്പിസ്റ്റിന്റെ ഇതിലേക്കല്ല. അപ്പൊ ഞാൻ ആ പൊട്ടത്തരം പിറ്റേ ദിവസം പോയിട്ട് തെറാപ്പിസ്റ്റിനോട്, മോനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അവൻ ഉറങ്ങി, അവന് നല്ല മടിയാണ് എന്ന് ആ തെറാപ്പിസ്റ്റ് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിയായിരിക്കും, ശിവയ്ക്ക് മടിയായതുകൊണ്ട്. അപ്പോഴും നമുക്ക് നമ്മുടെ കുട്ടിയെ മനസ്സിലാക്കാൻ വേറൊരാളുടെ ഹെൽപ്പ് വേണം. നമ്മൾ ഒരിക്കലും വിചാരിക്കണില്ല നമുക്ക് അവനെ അറിയാൻ പറ്റും. അവനെ എനിക്കാണ് അറിയണേന്നുള്ളത് കൊണ്ടാണ് എനിക്കത് ഉള്ളിൽ നിന്ന് ആരോ പറയിപ്പിച്ച് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നിട്ടും അവൻ ആ ഉറങ്ങിയിട്ടും ഞാൻ പിറ്റേ ദിവസവും ഡിപ്പെൻഡ് ചെയ്യണത് ഒരു തെറാപ്പിസ്റ്റിന്റെ വാക്കുകളെയാണ്. എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ദിവസം ചെറിയ കുട്ടിയും കൂടെ ആയി. അവനൊരു 1 വയസ്സ്. അവനാണെങ്കിൽ നോർമൽ ഇതിലുള്ള ഡിസേബിൾഡ് അല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും അവനെന്നും ചെറുപ്പത്തിലെ ഈ ആസ്മാറ്റിക് പ്രോബ്ലമും ഉണ്ടാവും. അപ്പൊ മിക്ക ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുനടക്കാം. അപ്പൊ വേറെ ഒരു സപ്പോർട്ട് സിസ്റ്റവും ഇല്ല. ഈ സപ്പോർട്ട് സിസ്റ്റം എന്താണെന്നും അറിയില്ല. എന്റെ വിചാരം എന്റെ തലയിലാണ് ഇത് മുഴുവനും, ഞാൻ തന്നെ ചെയ്യണം. ഞാനും അനൂപും ശിവയും സിദ്ധയും ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു ദിവസം സിദ്ധുവിനെയും കൊണ്ട് രാവിലെ ശിവനെയും കൊണ്ട് തെറാപ്പിക്ക് അനൂപ് പോയി. ഞാൻ സിദ്ധുവിനെ ഹോസ്പിറ്റലില് ഡോക്ടറെ കാണിച്ച് ആസ്മയുടെ മരുന്നൊക്കെ മേടിച്ച് അവന് പനിക്കണമുണ്ട്, അതൊക്കെ കാണിച്ച് ഇങ്ങനെ വരുമ്പോ അനൂപിന്റെ കോള് വന്നു, നീ ആ ഹോസ്പിറ്റലിൽ തന്നെ വെയിറ്റ് ചെയ്യണം, ഞാനിപ്പോ വരാം. അപ്പൊ ഞാൻ വിളിച്ചു, എന്തിനാണോ അനൂപ് ഇപ്പൊ ഇങ്ങോട്ട് വരണേ? അപ്പൊ തിരിച്ചു വിളിച്ചു. അപ്പൊ ഫോൺ എടുത്തില്ല. വെയിറ്റ് ചെയ്യാൻ, ഞാൻ എത്തി. അപ്പൊ ശിവ എന്റെ കൂടെ, ശിവ അല്ലെ ഞാൻ വന്നിട്ട് പറയാം. അതെനിക്ക് എത്ര, കാരണം ശിവയെ പറ്റി പറയണമല്ലോ. അനൂപ് വിളിക്കാം, അനൂപ് ശിവനെ കൊണ്ട് തെറാപ്പിക്ക് പോയതാണ്. അപ്പൊ തിരിച്ചു വിളിക്കുമ്പോൾ എനിക്കറിയാം ശിവനെ വേറൊരാളുടെ അടുത്ത് ഏൽപ്പിക്കാനില്ല. ആരെ ഏൽപ്പിച്ചാൽ അവൻ നിൽക്കില്ല. അപ്പൊ പിന്നെ അനൂപ് എന്താ
ശിവയെ പറ്റി പറയാത്തതെന്നുള്ള ചിന്തയിൽ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അനൂപ് അവിടുന്ന് ഞാൻ കാറെടുത്ത് വന്നു. അപ്പൊ അനൂപ് സ്കൂട്ടറിലാണ് വരുന്നത്. സ്കൂട്ടറിൽ വന്ന് ഇങ്ങനെ വരണ കണ്ടപ്പോൾ ഞാൻ നോക്കുന്നത് ശിവയാണ്. അയ്യോ ശിവ എവിടെയും ശിവയെ കാണാനില്ല. അപ്പൊ എനിക്ക് പിന്നെ നമുക്കറിയാലോ, നമുക്കൊരു ഇൻറ്റ്യൂഷൻ കിട്ടൂല എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല, ശിവ എവിടെയെന്ന് ചോദിക്കുമ്പോ ബാ നമുക്ക് അകത്തേക്ക് പോവാം. ഞാൻ എന്തിനു നമ്മൾ അകത്തേക്ക് പോകണം, ശിവ എവിടെ? അപ്പൊ ഇവിടെ ആ ഹോസ്പിറ്റലിൽ തന്നെ കാഷ്വാലിറ്റിയില് കൈ ഒടിഞ്ഞ കിടക്കുകയാണ്. ഒരു ഓക്യുപേഷണൽ തെറാപ്പിയുടെ സമയത്ത് മോന്റെ കൈ ഒടിഞ്ഞതാണ്. എല്ല് രണ്ടും പൊട്ടി ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഇരുത്തിയേക്കാണ്. അപ്പൊ ആ മൊമെന്റില് അവന്റെ അടുത്ത് ചെന്ന് ഇരുന്നപ്പോ അവൻ എനിക്കൊരു ഐ കോണ്ടാക്ട് തന്നു. വർത്താനം അധികം പറയില്ല. ആ ഐ കോണ്ടാക്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അതൊരു 1000 വാക്കുകൾ പറഞ്ഞതിന് തുല്യമായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻറ്റ്യൂഷനിൽ ഞാൻ അവനോട് പറഞ്ഞു, ശിവ ഇത് അമ്മയില്ലാത്ത എന്റെ ലാസ്റ്റ് തെറാപ്പിയാണ്. ഇനി എന്നും അമ്മ കൂടെ ഉണ്ടാവും. സോറി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തെറാപ്പി സെന്ററിൽ അവിടെ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ കൂടെ കയറി. ഞാൻ പറഞ്ഞു അവനെ ഒറ്റയ്ക്ക് പറ്റില്ല, ഞാൻ കൂടെ കയറണം. അങ്ങനെ ഞാനും അവനും ഹോസ്പിറ്റലുകാരും. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മളിത് പറയണില്ല, നമ്മൾ അവന്റെ പ്രശ്നങ്ങൾ ആരോട് പറയണില്ല, എല്ലാം നമ്മുടെ ഉള്ളിലേക്ക്. അന്ന് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു എന്റെ മോന്റെ കൂടെ. അപ്പൊ അത് നടക്കില്ല എന്നാണ് ആദ്യം അവർ പറഞ്ഞത്. ഓപ്പറേഷൻ തിയേറ്ററിൽ വേറെ ആരെയും കേട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ പീഡിയാട്രിഷ്യനെ കാണാൻ പോവാ, എനിക്ക് പരിചയമുള്ള ഡോക്ടറാണ്. ഞാൻ ഡോക്ടറെ അടുത്ത് തന്നെ കരഞ്ഞു. പറഞ്ഞു എനിക്ക് എന്തായാലും എന്റെ മോന്റെ കൂടെ അവിടെ നിങ്ങൾക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാം, ഞാൻ അതിലൂടെ കയറും. അപ്പൊ അനൂപ് പറഞ്ഞു നീ എന്തിനാ കയറുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ഇനി അവന്റെ കൂടെ എല്ലാ പ്രോസസ്സിലും ഞാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് എവിടെയൊക്കെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. നമ്മൾ വേണ്ടടുത്ത് സപ്പോർട്ട് ചോദിച്ചിട്ടില്ല. വേണ്ടടുത്ത് സപ്പോർട്ട് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാം നമ്മൾ വേറൊരാൾക്ക് നമ്മുടെ കുട്ടിയെ കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആസ് എ മദർ. അതൊന്നും ഇല്ലാണ്ട് നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അവർക്ക് എത്രത്തോളം സീമ മാം പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞാലേ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ അന്ന് ഞാൻ എൻ്റെ ആ വിഷമം പറഞ്ഞപ്പോ ആ ഡോക്ടർക്ക് മനസ്സിലായില്ല, അവര് കേറിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ തിയേറ്ററിൽ ഫുൾ ടൈം അവന്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞ് അവിടെ മുതലാണ് ഞങ്ങളുടെ ജേർണി തുടങ്ങിയത്. ആ ജേർണിയാണ് ടുഗെദറിക്കാനായത്. അന്ന് ഞാൻ സീമയെ വിളിച്ചു. അപ്പം ആരോട് വിളിച്ചു പറയണം, ആരോട് പറഞ്ഞ് കരയണം ഒക്കെ ഉള്ളിലാണല്ലോ. ആരെയും വിളിച്ചിട്ടില്ല ഞാൻ. 2 ദിവസം ഞാൻ അതിന്റെ ഉള്ളിലായിരുന്നു. 3ാമത്തെ 4ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ശിവനെ ഡിസ്ചാർജ് ചെയ്തു. അപ്പം സീമ മാമിനെ അപ്പോൾ വിളിക്കാൻ കാരണം പാരന്റ് ട്രെയിനിങ് എടുക്കുന്നുണ്ട് സീമയുടെ. കാരണം എല്ലാം കൂടി തലകേറ്റി വെച്ചേക്കാണല്ലോ. 4 തെറാപ്പി പിന്നെ പാരന്റ് ട്രെയിനിങ്, അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സിദ്ധ. അപ്പൊ ഇതൊക്കെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സീമയോട് വിളിക്കണത് നാളെ ഞാൻ വരില്ല, എനിക്കിങ്ങനെ മോന് പറ്റിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് മുഴുവനാക്കാൻ പറ്റിയില്ല. ഞാൻ കരയാം. ആരുടെ അടുത്തെങ്കിലും എനിക്ക് കരയണമായിരുന്നു. അന്ന് ഞാൻ കരഞ്ഞത് സീമ അയ്യോ എന്ന് പറഞ്ഞപ്പോ സീമ എന്തോ എന്നെ കേട്ട പോലെ എനിക്ക് തോന്നി. ആരും അയ്യോ എന്ന് പറയണില്ല. ഇങ്ങനെ ഒരു പ്രശ്നം പറയുമ്പോ ആരെങ്കിലും പറയണ്ടേ അയ്യോ എന്താ അവന് അങ്ങനെ പറ്റിയത് എന്ന് പറയണ്ടേ. അപ്പൊ ഇതൊക്കെ നോർമൽ ആണെന്ന് പറയുന്നതിന് പകരം സീമ അയ്യോ അതെങ്ങനെ ഉണ്ടായി, എന്താ പ്രീത പറയണേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ പറഞ്ഞു സീമ എനിക്ക് സഹിക്കാൻ പറ്റണില്ല, എനിക്കിതിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അപ്പൊ സീമ പറഞ്ഞു നമുക്ക് ചെയ്യാം, ഇപ്പൊ പ്രീത വയ്ക്ക്, അവന് മാറട്ടെ, നമുക്ക് ഞാൻ ഐ ഗെറ്റ് ബാക്ക് ടു യു, ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പം പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൂടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അനൂപിനോടൊന്നും ചോദിക്കേണ്ടി വന്നില്ല അത് പറയാൻ. ഞാൻ പറഞ്ഞു സീമ ഞാൻ ഉണ്ടാവും. അന്ന് തുടങ്ങിയതാണ് ആ ജേർണിയാണ്. പിന്നെ ഞാനും ശിവയും അനൂപും സിദ്ധയും കൂടെയുള്ള ജേർണിയാണ്. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു ജേർണി. ഫ്രം 2015 ഞാൻ അവനെ മനസ്സിലാക്കാൻ തുടങ്ങി. അവന്റെ കൂടെ ഇരുന്ന് ഓരോ തെറാപ്പിക്കും
പിന്നെ പോയിരുന്ന ക്ലാസ്സുകളിലും സ്കൂളുകളിൽ തെറാപ്പിക്ക് പിന്നെ ഞാൻ വിട്ടിട്ടില്ല. എനിക്ക് ആ ഒരു ഷോക്ക് എനിക്ക് അതിജീവിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഉള്ളത് ഞാൻ സ്കൂളുകളിലേക്കാണ് കൊണ്ടുപോയത്. സ്പെഷ്യൽ സ്കൂളുകളിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ എന്താ ആ 6 years മുതൽ ഞാൻ അവൻ്റെ കൂടെ എല്ലാത്തിനും ഒരു ഷാഡോ പോലെ അവൻ്റെ കൂടെ 13 years വരെ ഉണ്ടായിരുന്നു. ആ 13 years തുടങ്ങുന്നതിൻ്റെ മുമ്പ് അവിടുത്തെ സ്കൂളിലത്തെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, ഇന്ന് പ്രീത നാളെ മുതൽ പ്രീത പറഞ്ഞു കഴിഞ്ഞാൽ പ്രീതിക്ക് ഇനി ഒരിക്കലും ശിവനെ തിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ശിവയ്ക്കും അത് ഹെൽപ്ഫുൾ ആവില്ല, പ്രീതയ്ക്കും ഹെൽപ്ഫുൾ ആവില്ല. നിർത്തുകയാണെങ്കിൽ ഇന്ന് നിർത്തണം. ഇന്നും കൂടി വന്നു വീട്ടിൽ പോവാ. ഇല്ല അപ്പൊ നമുക്ക് ഈ കൈയൊടിഞ്ഞ ഇല്ല, ഞാൻ വരും. എനിക്ക് ശിവ ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല. ശിവ എന്നെ വിട്ടിട്ടുള്ള കളിയില്ലെന്നാണ്. ഞാനിത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ പറയണേ. നിങ്ങൾ ഇന്ന് ഞാൻ പറയണത് ഒരു 5 വർഷം കഴിഞ്ഞാൽ ഓർക്കും, സത്യമാണത്. അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വീട്ടിൽ വന്ന് അനൂപിനോട് പറഞ്ഞു അവിടെ നിന്ന് മാറ്റാറായിട്ടുണ്ട്, അവർക്ക് ഞാൻ അവിടെ ഇരിക്കുന്നത് ഇപ്പൊ ഒരു പ്രശ്നമായി. അങ്ങനെയാ ഞാൻ എടുക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അനുഭവം ഇല്ല, അവര് പറയുമ്പോ ഒന്ന് നോക്കി നോക്ക്, ഉച്ചവരെയല്ലേ അവർ പോകണ്ടെന്ന് പറയുള്ളൂ, ഉച്ച കഴിഞ്ഞാൽ നീ പൊക്കോ. അപ്പൊ ഞാൻ പിറ്റേ ദിവസം മുതൽ ഉച്ചയ്ക്ക് പോകാൻ തുടങ്ങി. അപ്പൊ അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ അവന്റെ ആ ഒരു ചിരി കണ്ടാൽ നമ്മളും ചിരിക്കൂല സ്വാഭാവികമായിട്ട്. അപ്പൊ പിറ്റേ ദിവസം ഞാനില്ല, കുഴപ്പമില്ല. അതെങ്ങനെ ഞാനില്ലാണ്ട് അവന് കുഴപ്പമില്ലാണ്ടായി എന്നായി എനിക്ക്. അപ്പൊ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബ്രെയിൻ ഒരു വുമൺ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ഒരു ട്രോമ, അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നം, അത് കഴിഞ്ഞ ഒരു ഡിസേബിൾഡ് കുട്ടിയാവുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അത് കഴിഞ്ഞ് അതിന് ഡയഗ്നൈസ് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ, അതിന്റെ കൂടെ വേറൊരു കുട്ടി ഉണ്ടാവും, ഈ 2 കുട്ടികളെയും കമ്പയർ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ മരവിച്ച ബ്രെയിനും ഇതുമൊക്കെ ആയിട്ട് ഈ ടുഗെദർ വിക്കാൻ്റെ ഒരു ഫോർമേഷനിലാണ് ഞാനൊന്ന് ഷേക്ക് ആവണേ. എനിക്കപ്പോഴും അറിയില്ല എന്ത് ചെയ്യണം. കാര്യം ഞാൻ അപ്പോഴും ഞാൻ എഡ്യൂക്കേറ്റ് ആണ്. പക്ഷെ ഞാൻ ശിവ ഉണ്ടായതിനു ശേഷമാണ് RPWD ആക്ട് ഒക്കെ ഉണ്ടായത്. പക്ഷെ എനിക്കൊന്നും അറിയില്ല, ഞാൻ അതൊന്നും ചിന്തിക്കണില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ചിന്തിക്കണില്ല. ഇപ്പം അറ്റ് പ്രസന്റ് ശിവയ്ക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും, ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്യും എന്നുള്ളതേ എനിക്കുള്ളൂ. അപ്പോഴും കൂടെ നിൽക്കാനൊന്ന് കോ പാരന്റ്സിന് ഇതിനെക്കാട്ടിലും ബുദ്ധിമുട്ടുള്ള കുറെ പേര് ഉണ്ടായിരുന്നെങ്കിലും ആർക്കും അതൊരു പേടിയാണ്. അത് എനിക്ക് ഇത്രയും ഒരു ലെവൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഞാൻ ആ ഒരു പുറത്തേക്ക് വന്നത്. സീമ പറഞ്ഞ പോലെ കൈ ഒഴിഞ്ഞത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഇതെന്റെ കുറ്റമായിട്ട് ഇങ്ങനെ എടുത്തോണ്ടേയിരുന്നേ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഈ എന്താ പറയാ ഈ ജേർണി ഇങ്ങനെ ശിവന്ന് വീൻ ഔട്ട് ചെയ്തു. അവിടെയാണ് വേറെ ഒരു ട്രോമ വരുന്നത്. ശിവയിൽ ഞാൻ വീൻ ഔട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മെന്റൽ ഹെൽത്തിനെ അത് നല്ലോണം ബാധിച്ചിട്ടുണ്ട്. അതുവരെ ഞാൻ അത് ചിന്തിക്കണില്ല. ഞാൻ വിചാരിക്കുന്നത് എനിക്കിങ്ങനെ വർക്കാണ്, ശിവയുടെ കൂടെ അവിടെ പോകണം, അത് ചെയ്യും, ഞാൻ ഇങ്ങനെ വരുന്നു, വീട്ടിലത്തെ പണി ചെയ്യണു, ഇങ്ങനെ പോകണു, അങ്ങനെ പോകണു. അപ്പൊ ആ ശിവ ഇല്ലാത്ത ഒരു മണിക്കൂർ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ 2 പ്രാവശ്യം സ്കൂളിലേക്ക് വിളിക്കുമായിരുന്നു ആദ്യം. അപ്പൊ അവര് ഫോൺ എടുക്കണ്ടായി, ഇവർക്ക് പ്രാർത്ഥന പറഞ്ഞിട്ട് കാര്യം. കുറച്ചാൾ കഴിഞ്ഞപ്പോ ഞാൻ നിർത്തി. അനൂപ് എന്നെ ചിത്ത പറഞ്ഞു, നീ വിളിച്ചു കഴിഞ്ഞാൽ അവനെ പറഞ്ഞു വിടും, നീ എന്തെങ്കിലും എഴുതി. അപ്പൊ എന്തായി, വായി തോന്നിയത് മുഴുവനും ഫേസ്ബുക്കിൽ എഴുതി ബ്ലോഗായി വരാൻ തുടങ്ങി. അപ്പോ എഴുതുന്നത് മുഴുവനും ശിവനെയും സിത്തേനെയും ഞങ്ങളുടെ ആ ഒരു ചെറിയ മൊമെന്റുകളായിരുന്നു എഴുതുണ്ടാവുക. ആ മൊമെന്റുകൾ എഴുതുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അവനില്ലല്ലോ, ആ പ്രസൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ എഴുതാം. അപ്പോ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന കുറച്ചാളായിട്ട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ, വേറെ എന്തെങ്കിലും പറ്റിയെങ്കിലും എഴുതിക്കൂടെ. പക്ഷെ എന്തെങ്കിലും അറിയണ്ടേ, ആകെ ശിവയെ പറ്റി മാത്രമേ അറിയുള്ളൂ, ആകെ ശിവയെ പറ്റി ഓർക്കാനേ സമയമുള്ളൂ. അപ്പൊ വേറെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ വോയിഡ് ശിവ ഇല്ലാത്ത സമയം എങ്ങനെ നിൽക്കും എന്നുള്ള ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ നാമങ്ങൾ ജപിക്കാൻ. അപ്പൊ അമ്പലത്തിലൊക്കെ പോയിരുന്നതിനും അപ്പോഴും ഒരു റിലാക്സേഷൻ കിട്ടുന്നില്ല. അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ആ ദേവിയുടെ നടയിൽ വെച്ചിട്ട് തന്നെ എനിക്ക് തോന്നി, ഞാൻ എന്നും കാണുന്ന എൻ്റെ ഒരു സീനിയർ സാർ ഉണ്ട്, സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സെയിം അമ്പലത്തിൽ വരും. എനിക്ക് തോന്നി, എനിക്ക് എന്തുകൊണ്ട് ഇവിടെ നിന്ന് ചോദിച്ചുകൂടാ, ഞാൻ എന്തിനാ ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഇല്ലാന്നല്ലേ പറയുള്ളൂ, അതിൽ കൂടുതലൊന്നും അങ്ങനെ ചിറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ചോദിച്ചു,
സർ ഞാനൊരു ലോ ഗ്രാജുവേറ്റ് ആണ്, അഡ്വക്കേറ്റ് ആണ്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സാറിന് എന്ത് ഹെൽപ്പാണ് ചെയ്തു തരാൻ പറ്റുക? എനിക്ക് ഇങ്ങനെ ഒരു മോനുണ്ട്. എനിക്ക് ഒരിക്കലും ഫുൾ ടൈം അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. എനിക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്നത് ഡ്രാഫ്റ്റിംഗ് ആണ്. അത് ഞാൻ ചെയ്തു തരാമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സാറിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ സാർ എന്നോട് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പരിചയം കൂടി ഉള്ള ഒരു അഡ്വക്കേറ്റ് ആണ്. ഞാൻ ഇതുവരെ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പുള്ളി എടുത്ത വഴിക്ക് പറഞ്ഞു, മലയാളം വായിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു അസലായിട്ട് മലയാളം വായിക്കാൻ അറിയും. അപ്പൊ എന്നൊരു കാര്യം ചെയ്യും, ഇന്നൊരു റെസ്യൂം എന്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കും. അപ്പൊ ഇമെയിൽ ഐ ഡിയും തന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പോയി ഓടിച്ചെന്ന് അനൂപിനോട് പറഞ്ഞു, അയ്യോ സാർ ഇങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പൊ വേഗം അയച്ചോളൂ എന്ന് അയച്ചു. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഈ സാർ അവിടെ എത്തിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ. എനിക്കൊരു മെയിൽ തിരിച്ചു വന്നു, ഒരു കേരള പോലീസ് ആക്ട് മലയാളത്തിലാണ്, അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് തരണം എന്നായിരുന്നു ഫസ്റ്റ് വർക്ക് തന്നത്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ സാറ് നിങ്ങൾ നാളെ ഒന്ന് ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശീശ്വര കേരള പോലീസ് ആക്ട് ഒക്കെ എഴുതി വെച്ച് പൊട്ട തെറ്റായി കാണും, അതായിരിക്കും എന്നെ ഓഫീസിലേക്ക് വിളിച്ച് ചീത്ത പറയാൻ. എനിക്ക് എന്തായാലും പോവാം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ സാർ ഒരു 5000 രൂപ എടുത്ത് കൈ തന്നിട്ട് ഇത് വെച്ചോളൂ ട്രാൻസ്ലേഷന്റെ, ഇതേ അവിടെ ഒരു ഫയൽ ഇരിക്കുന്നുണ്ട്, അതെടുത്തിട്ട് പൊക്കോളൂ, അത് പോയിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് വരും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്തത് സുപ്രീം കോർട്ടിലേക്കുള്ള ഒരു SLT ആണ്. എനിക്കിന്ന് ഓർമ്മയുണ്ട്. ഇപ്പൊ ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ അത് ഡ്രാഫ്റ്റ് ചെയ്തത്. കുറെ നാളിരുന്ന് പഠിച്ച് അപ്പൊ ഞാൻ ഈ സ്ലോലി ശിവനെ പറ്റിയും ആ കാര്യം മറ്റേത് 10 പ്രാവശ്യം സ്കൂളിലേക്ക് വിളിക്കലൊക്കെ നിന്നു, കാരണം ഇതൊക്കെ പഠിച്ച് ചെയ്യണ്ടേ. അപ്പൊ അത് നിന്നു. അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ പിന്നെയും ഫയൽസുകൾ വീട്ടിൽ കൊണ്ടുപോയിരുന്ന് ചെയ്യാൻ തുടങ്ങി. ഇതിനൊക്കെ മുമ്പ് കൊറോണ സമയത്താണ് ഇങ്ങനെയൊക്കെ ഒരു തോന്നല് വന്നത്. അപ്പൊ ആ കൊറോണ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ എന്നോട് പറഞ്ഞു, ആ ഒരു ഇതും കൂടി എനിക്ക് കോൺഫിഡൻസ്, സാറിനോട് ചോദിക്കാനുള്ള കോൺഫിഡൻസിലേക്ക് എത്തിയത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ നീ ഓൺലൈനിൽ ഒന്ന് കേസ് കയറണം എന്ന് പറഞ്ഞു. ഞാൻ എനിക്കൊന്നും അറിയില്ല, പഴയ പോലെ അല്ല, ഞാനൊക്കെ മറന്നുപോയി ലോകമൊക്കെ, ഞാനൊന്നും കയറിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. ആ കേസ് അന്ന് വിളിച്ചു പോലുമില്ല. ആ പയ്യൻ എന്നെ ഒന്ന് ആ ഓൺലൈനിലൊന്ന് കയറ്റാൻ വേണ്ടി ശ്രമിച്ചൊരു കാര്യമായിരുന്നു. ഞാൻ അവിടെ കയറിയിരുന്ന് അത് വാച്ച് ചെയ്തപ്പോൾ പോലെ എനിക്ക് തോന്നി എനിക്ക് തിരിച്ച് പ്രൊഫഷനിലേക്ക് വരണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ സാറിനോട് ചോദിക്കാറ്, എല്ലാം ഒരു നിമിത്തമായിട്ട്. അപ്പൊ നമ്മൾ ഈ സപ്പോർട്ടിന്റെ കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞു തരുന്നത്. ഞാനന്ന് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനന്ന് തിരിച്ച് പ്രാക്ടീസിലേക്ക് വരില്ല. ഞാൻ വിചാരിക്കും ഞാൻ ഇന്നും ആ ഒരു ട്രോമയിൽ കൂടെ തന്നെ പോകും. എങ്ങനെ ചാനലൈസ് ചെയ്യും എൻ്റെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് അറിയാതെ, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകളെ ഞാൻ എങ്ങനെ മറികടക്കും എന്നറിയാതെ ശിവ എന്ന് ജപിച്ചുകൊണ്ടിരുന്നേനെ. അപ്പൊ അങ്ങനെ ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അവിടെ ഞാൻ ഒരു 2.5 വർഷം പിന്നെ സാറ് ഓഫീസിൽ വന്ന് ചെയ്യാൻ പറഞ്ഞു. ശിവ ഇതേപോലെ 2022 ആയപ്പോൾ കോടതി തുറന്നു, സ്കൂള് തുറന്നു. അപ്പം ഓഫീസിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പറ്റില്ല, ഇതേപോലെ 2 മണിയാകുമ്പോൾ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കുഴപ്പമില്ല, അതുവരെ ഇരുന്നാൽ മതി. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ട് പുറത്ത്, പക്ഷെ നമ്മൾ ആരും അത് ചോദിക്കുന്നില്ല. അവർക്ക് അറിയില്ല നമ്മളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇതേപോലെ ഞാനത് ചോദിച്ചു. എനിക്ക് 2 മണിയാകുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും വീട്ടിൽ പോകാൻ, അവിടെയുള്ള എല്ലാ അസോസിയേറ്റുകളും രാത്രി 8, 9 മണി 10 മണി വരെ വർക്ക് ചെയ്യണേ. എനിക്ക് 2 മണിക്ക് പോവാം, പക്ഷെ എനിക്ക് തരുന്ന വർക്ക് ഞാൻ വീട്ടിലിരുന്നാണെങ്കിലും ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അവിടുന്ന് തിരിച്ച് പ്രാക്ടീസിലേക്ക് തുടങ്ങി. 2 വർഷം അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് 24-ല് വീണ്ടും ഞാൻ പഴയ പോലെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വർക്കുകൾ വരാൻ തുടങ്ങി. ബാങ്ക് എംപാനൽഡ് ആയി. അങ്ങനെ ദൈവം സഹായിച്ചപ്പോ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തി. എന്നെ അത് എത്തിച്ചത് ഞാൻ ഉണ്ടാക്കിയ സപ്പോർട്ട് സിസ്റ്റമാണ്. ഇപ്പൊ ശിവ ഞാനില്ലെങ്കിലും അവിടെ മാനേജ് ചെയ്യും. ഞാൻ അന്ന് ആ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞ ഒരു കാര്യം അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനത് അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇപ്പം 3 മണി ആയാലും അവിടെ ഞാനില്ലെങ്കിലും ശിവ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇവനോട് ആരാണ് കൂടുതൽ വർത്താനം പറയുന്നത് അവരെ ഞാൻ
എൻ്റെ സപ്പോർട്ടായിട്ട് ആഡ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് സപ്പോർട്ടിന് വേണ്ടി പുറത്ത് നടക്കാനൊന്നും പറ്റില്ലല്ലോ, നമുക്ക് ഇങ്ങനെ ആൾക്കാരോട് ചോദിക്കാനും പറ്റില്ല. ആരാണ് ഈ കുട്ടികളായിട്ട് നന്നായിട്ട് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ആരാണ് ഇവരെ ഇൻക്ലൂഡ് ചെയ്യണം, ആ വേർഡ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവരെ ആ ലേഡി ഇതൊന്നും അറിഞ്ഞിട്ട് വന്നതല്ല, അവരെ എനിക്ക് വെറുതെ ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നതാണ്. അവരോട് ഇവനെ എന്നും അക്നോളജ് ചെയ്യും. ഒരു ദിവസം പോലും ഇല്ല ഇവനെ അക്നോളജ് ചെയ്യാണ്ട് അവരകത്തേക്ക് കയറില്ല. ഇവൻ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവനൊരു പ്രിഫറൻസ് കൊടുക്കും. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ചേച്ചി ഞാൻ ഉണ്ടാവില്ല, ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം ചേച്ചി ഇവനെ ഇവിടെ ഇരുത്തി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചായ കൊടുക്കുള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ അവരോട് അതിനെന്താ മോളെ, ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമല്ലേ, ഞാൻ ചെയ്തോളാം. അങ്ങനെ ആ സ്കൂളിൽ ഒരു സപ്പോർട്ട്. ഇപ്പം വേറൊരു ആസാമിയാണ് അവര് രാവിലെ വരും, അവരും ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനത്തെ, അല്ലാതെ നമ്മളിപ്പോ അയ്യോ എനിക്ക് എൻ്റെ അമ്മയില്ല, അച്ഛനില്ല, വേറെ ആരുമില്ല, അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മള് ചോദിക്കണം. അതാണ് ഈ ജേർണിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാനൊരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കണം, നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. നമുക്കാരും പറഞ്ഞു തരാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ സീക്ക് ചെയ്യണ സപ്പോർട്ട്, നമ്മൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന സപ്പോർട്ട് ചിലപ്പോൾ ഒറിജിനൽ സപ്പോർട്ട് ആയിരിക്കില്ല. അത് ഐഡന്റിഫൈ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുക ഈ കുട്ടികൾ തന്നെയാണ്. ഈ കുട്ടികൾക്ക് ആരെയാണോ അവർക്ക് പറ്റണ ആ സപ്പോർട്ടിനെ നമ്മൾ അത് ബിൽഡ് ചെയ്യാം. അവരെ ആരുടെടുത്താണോ കംഫർട്ടബിൾ, അല്ലാതെ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് നമ്മൾ പോവാന്ന് വിചാരിച്ചാൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. തിരിച്ചു വരുമ്പോൾ അയ്യോ അവിടെ ഭയങ്കര അതുണ്ടാക്കി, പിന്നെ അവിടെ അതായി, അച്ഛൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് 100 കംപ്ലൈന്റുകൾ കേട്ട് നമ്മൾ ആകെ ഡെസ്പറേറ്റ് ആയിരുന്നു. അപ്പൊ അതിലും നമ്മള് ഇവരെവിടെയാണോ കംഫർട്ടബിൾ, ഇപ്പൊ ശിവ സ്പെഷ്യൽ സ്കൂളിൽ തന്നെയാണ് പോണത്, അതും ഒരു കാര്യമാണ്. അന്ന് ലോയറാണ് അന്ന് ഞാൻ, പക്ഷെ ഇതേപോലെ തന്നെ ഞാൻ 3 സ്കൂളുകളിൽ നിന്ന് ശിവേനെ റിജക്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 സ്കൂളുകളിലും ഞാൻ പോയി ഫൈറ്റ് ചെയ്തില്ല. കാരണം എന്റെ വിചാരം അങ്ങനെ ഒരു ലോയെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. RPWD ആക്ട് 2017 തുടങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ബ്രെയിൻ ഫ്രീ സ്റ്റേറ്റിലായ കാരണം എനിക്കറിയില്ല അങ്ങനെ ലോകത്ത് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നൊന്നും ഞാൻ ചിന്തിക്കണില്ല. അപ്പൊ ഞാൻ എവിടെയും പോയിട്ട് കംപ്ലൈന്റ് ചെയ്തില്ല, എന്തുകൊണ്ട് എന്നെ മോനെ എടുത്തില്ല. ഇപ്പം ആ ആക്ട് വായിക്കുമ്പോൾ എനിക്ക് ഒരു ലീഗൽ ലോയർ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു പാരന്റിനും കൂടെ ഉള്ള ഒരു ആസ്പെക്റ്റില് എനിക്ക് പറയാനുള്ളത്, നമ്മള് പാരന്റ്സ് ആയതുകൊണ്ട് ആ ലോ അറിഞ്ഞിരിക്കേണ്ടെന്നില്ല. നമ്മള് എല്ലാവരും നമുക്ക് നമ്മുടെ കുട്ടികളുടെ റൈറ്റ്സിനെ അഡ്വക്കസി ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ലോ അറിഞ്ഞിരിക്കണം. ഈ ലോയിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് എന്തൊക്കെ നിയമങ്ങളുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലോയില്. റൈറ്റ് ടു ഈക്വാളിറ്റി ആണ് അതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് തന്നെ. ഈ റൈറ്റ് ടു ഈക്വാളിറ്റി പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എവിടെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഈക്വാളിറ്റി കിട്ടണേന്ന്, നമ്മൾ എന്തുകൊണ്ട് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണില്ല എന്നുള്ളതാണ് അതിന്റെ ക്വസ്റ്റ്യൻ. റൈറ്റ് ടു എല്ലാവരും ഈക്വൽ ആണെന്ന് ലോ പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും പോയിട്ട് അത് ചലഞ്ച് ചെയ്താലല്ലേ അതിനൊരു ഡിസിഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചലഞ്ച് ചെയ്താലല്ലേ സുപ്രീം കോർട്ടിൽ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട് എന്നുള്ളത് അവിടെ മനസ്സിലാക്കും. അപ്പോഴല്ലേ അതിനകത്തൊരു ഭേദഗതി ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ ആക്റ്റിൽ എഴുതി വെച്ചതുകൊണ്ട് നേരത്തെ സാറും പറഞ്ഞു, ആക്റ്റിലെല്ലാം എഴുതി വെച്ചിട്ട് എന്താ കാര്യം, നമ്മള് അതിനുവേണ്ടി ഒരാൾ ഇറങ്ങിത്തിരിക്കണം. ഇപ്പൊ ഞങ്ങൾ ഈ തെറാപ്പി സെന്ററിന്റെ ഗൈഡ് ലൈൻസ് സീമ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അവൻ കരയില്ല, ചെറിയ പെയിൻ ഒന്നും ഉണ്ടെങ്കിൽ എന്റെ ശിവ കരയില്ല. അന്ന് അവൻ കരഞ്ഞെങ്കിൽ അവനന്ന് അനുഭവിച്ച പെയിൻ എനിക്ക് ആലോചിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ ഞാൻ പറയണ അത്ര അധികമായിരുന്നു. കാരണം എല്ല് പൊട്ടുകയല്ലേ ചെയ്തത്. അപ്പോ അവിടെ നമ്മള് ഫൈറ്റ് ചെയ്തു. ഇങ്ങനെ ആരും ഇല്ലാണ്ട് ഒരു തെറാപ്പിസ്റ്റിന് തോന്നണ പോലെ കുട്ടീനെ അവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഗൈഡ് ലൈൻസ് വേണം, ഒരു റെസ്ട്രിക്ഷൻ വേണം, ഇവർക്കും ഒരു മോണിറ്ററിങ് വേണം എന്നുള്ളൊരു ഇതുണ്ടാക്കിയതുകൊണ്ടാണ് ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് ഉള്ളത്. അപ്പൊ അതേപോലെ ഓരോ കാര്യത്തിലും ഇപ്പം കുറെ പാരന്റ്സ് പറയും സ്കൂളിൽ അഡ്മിഷൻ ഡിനൈ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ലെറ്റർ അയച്ചു, സീമ പറയും ലെറ്റർ അയച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവർ റിപ്ലൈ തന്നില്ലെങ്കിൽ അപ്പോഴാണ് നമ്മളൊരു ലോയറുടെ അടുത്ത് ചെയ്യുക. നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഈ എന്താ പറയാ, നിങ്ങൾ സിനിമയിൽ കാണുന്ന പോലെയൊന്നുമല്ല നമ്മൾ ഈ കോടതിയിൽ കയറി ഇറങ്ങി
ഇങ്ങനെ അതൊക്കെ അത് ഏത് ഒരു സെക്ഷൻ ഓഫ് ലോയിലാണ് അങ്ങനെ കോടതി കയറി ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്രിമിനൽ ഓഫൻസിൽ പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ലോ ആയി ബന്ധമായിട്ട് എന്തെങ്കിലും കേസുകളിൽ പോകുമ്പോഴാണ് നമ്മൾ ആസ് പാർട്ടി ഇങ്ങനെ കോടതി കയറി ഇറങ്ങേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കുട്ടിക്കൊരു അഡ്മിഷൻ ഡിനൈ ചെയ്തിട്ട് ഒരു അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾ ലീവ് എടുത്ത് അഡ്വക്കേറ്റിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ അങ്ങനെ നമ്മൾ ഒരാളെങ്കിലും അതിനു വേണ്ടി ഫൈറ്റ് ചെയ്താലേ നാളെ ഈ സ്കൂളുകൾ ഡിനൈ ചെയ്യാണ്ടിരിക്കുള്ളൂ. ആക്ടിൽ വളരെ ക്ലിയർ ആയിട്ട് ചാപ്റ്റർ 3 പറയുന്നുണ്ട്. ഈ RTI ആക്ട് മാത്രമല്ല RPWD ആക്ടിലും പറയുന്നുണ്ട് റൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ. അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് പറയുന്നത്. അതിനകത്ത് പറയുന്നത് 5% കുട്ടികളെ, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ, അല്ലാതെ മറ്റ് ലേണിംഗ് ഡിസബിലിറ്റിയുടെ കാര്യമല്ല അവിടെ പറയുന്നത്. ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യണം ഒരു സ്ട്രെങ്ത് ഓഫ് ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അവർ പറയുന്നത് കേട്ട് തിരിച്ചു വരുന്നു? നമുക്കിപ്പോൾ ഒരു പ്രൊമോഷൻ ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കുമ്പോൾ നമുക്കൊരു പ്രൊമോഷൻ ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് വെറുതെ ഇരിക്കുമോ? എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞ് ഇരിക്കില്ലല്ലോ. ഈ ഡിസേബിൾ കുട്ടി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നത്. അയ്യോ അവനെ ഇനി അവിടെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്ടാക്കും, അവനെ അവിടെയും സെഗ്രിഗേറ്റ് ചെയ്യും, ഈ സ്കൂളുകാർക്കും അവനോടൊരു ദേഷ്യം വരും. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ആരും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാത്തത്. ആക്ച്വലി വളരെ ഇതായിട്ട് ഇങ്ങനത്തെ ലോസിനെ പറ്റി പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ആക്സസിബിലിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഈ റാമ്പില് നമുക്ക് കയറാൻ പറ്റാത്ത റാമ്പ് ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് അറിവില്ലായ്മകൊണ്ടാണ്. നമ്മൾ പാരന്റ്സിനും ഡിസേബിൾഡ് ആയ ആൾക്കാർക്കും അറിവില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പറയണം ഞങ്ങൾക്ക് ഇവിടെ റൈറ്റ് ടു ഇക്വാലിറ്റി ഉണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ റാമ്പ് പണിത് വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എന്തുകൊണ്ട് സ്റ്റെയറുള്ള സ്ഥലത്ത് വെക്കണു എന്നുള്ളത് നമ്മളാണ് ചോദ്യം ചെയ്യേണ്ടത്. നമ്മൾ ചോദ്യം ചെയ്യാത്തതുകൊണ്ട് ഇന്നും ഏതെങ്കിലും ഇപ്പൊ എവിടെ നമ്മൾ നോക്കിയാലും ഒരു സ്റ്റേജിനകത്താണെങ്കിൽ ഇങ്ങനെ ഒരു ഡിസേബിൾഡ് ആൾക്ക് കയറുന്ന ഒരു ഇത് ഉണ്ടാവില്ല. എന്തുകൊണ്ട് ആക്സസിബിലിറ്റി ഇല്ല? ആരും ചോദിക്കുന്നില്ല. നമ്മുടെ പോലത്തെ ഒരു ഫംഗ്ഷന് പോലും നമുക്കത് പറ്റുന്നില്ലെങ്കിൽ, ഞാൻ കഴിഞ്ഞ മാസം ഇലക്ഷൻ കമ്മീഷൻ ഈ ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ള ഒരു പാനലിന്റെ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ പാനലിലെ ചർച്ചയുടെ മെയിൻ ടോപ്പിക്കേ ഈ കുട്ടികൾക്കുള്ള ആക്സസിബിലിറ്റി കൊടുക്കണം, ഇവർക്ക് ഇലക്ഷൻ വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കണം എന്നാണ്. അവിടെ ഡിസേബിൾഡ് ആയ ആൾക്കാരൊക്കെ പാനൽ മെമ്പേഴ്സ്, അവർക്ക് കയറാനായിട്ടുള്ള ആക്സസിബിലിറ്റി ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അത് എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല? നമുക്ക് അവിടെയുള്ളവർ അഡ്രസ് ചെയ്തു അത്. അപ്പോഴാണ് ആ ഇത് നടത്തിയ ആൾക്കാർ ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, ഞങ്ങളത് ചെയ്തില്ലല്ലോ. അപ്പൊ ഈ ആക്സസിബിലിറ്റി നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു റൈറ്റ്സും കിട്ടില്ല. ഇതെല്ലാം ബുക്കിലുണ്ടാവും. നമ്മൾ ബുക്കൊക്കെ കണ്ട് ഇങ്ങനെ വായിച്ച് ഇരിക്കും. നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് പറ്റിയ കാര്യമല്ല. എനിക്കും അത് തന്നെയാണ് പറ്റിയത്. ഞാൻ വിചാരിച്ചത് എൻ്റെ ജോലിയല്ല, ഇത് എൻ്റെയും കൂടെ ജോലിയാണ്. എൻ്റെ കുട്ടിയാണ് ഡിസേബിൾ, എൻ്റെ കുട്ടിയാണ് അനുഭവിക്കുന്നത്, ഞാനാണ് ആദ്യം ഇറങ്ങണ്ടേ എന്ന് ഞാൻ മനസ്സിലാക്കണോടത്താണ് ശരിക്കുള്ള ഇൻക്ലൂഷൻ നടക്കുന്നത്, ആക്സെപ്റ്റൻസ് ഉണ്ടാവുന്നത്. ആ ആക്സെപ്റ്റൻസ് എന്ന് നമുക്ക് കിട്ടണോ അന്ന് മുതൽ നമ്മുടെ ലൈഫിലും ചേഞ്ച് ഉണ്ടാവും. ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു ചെറിയൊരു ടേം അല്ല. ഇൻക്ലൂഡിങ് ഇപ്പം എന്നോട് നിങ്ങൾ ചോദിക്കാൻ ഇപ്പം എന്താ മോൻ ചെയ്യണേ, അവൻ്റെ സ്കില്ല് എന്താന്ന് ചോദിച്ചാൽ 0. അപ്പൊ എൻ്റെ ആക്സെപ്റ്റൻസ് അതാണ്. എനിക്ക് അവനൊരു ഡാൻസറായിട്ടോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരനായിട്ടോ എനിക്ക് പറ്റിയിട്ടില്ല. ആദ്യം എൻ്റെ കഴിവുകേടായിട്ട് ഞാൻ വിചാരിച്ചു. ഇന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ കുട്ടികളും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ശിവയും ഒരു ഇതിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. എല്ലാ കുട്ടികൾക്കും എല്ലാം കഴിവുണ്ടാവില്ല. സാധാരണ കുട്ടികളിൽ എല്ലാവരും പാട്ടുകാരും എന്തെങ്കിലും ഇത് ചെയ്യണമല്ലോ. അപ്പോൾ ഒരിക്കലും അമ്മമാരങ്ങനെ വിചാരിക്കരുത്. നമ്മളോട് ഇങ്ങനെ ചോദിക്കും, എല്ലാവരും ചോദിക്കാത്ത ആരും ഉണ്ടാവില്ല. നിങ്ങളുടെ മോൻ്റെ സ്കില്ല് എന്താ, അതെന്താ കണ്ടുപിടിക്കാത്തത്, അത് കണ്ടുപിടിക്കാത്തതിലാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. ഇവിടെ എല്ലാവരും തലയാട്ടുണ്ട്. ഞാനും അത് അയ്യോ എൻ്റെ വലിയ എന്തോ ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയല്ല, അത് നമ്മുടെ ഒന്നും കയ്യിലിരിക്കുന്ന കാര്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരട്ടെ. അതിന് വേണ്ടി ഒന്നും മരിക്കണ്ട. അങ്ങനെ അതിന് വേണ്ടി കടന്നു കഴിഞ്ഞാൽ എനിക്ക് സംഭവിച്ച പോലെ സംഭവിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല.
ഇൻക്ലൂഷൻ എന്ന് പറയുന്നതും ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നതും ആദ്യം നമ്മളിൽ തന്നെയാണ് ഉണ്ടാവേണ്ടത്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് ശിവനെ എനിക്ക് എവിടെയും കൊണ്ടുപോകാം. ഒരു പൂരത്തിൽ, തൃശ്ശൂർ പൂരത്തിൻ്റെ അത്ര ക്രൗഡ് എവിടെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് കൊണ്ടു നിർത്താം. അത് എനിക്ക് സാധിച്ചത് ഡേ 1 മുതൽ എനിക്ക് ശിവനെ ആക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. എവിടെയും ഞങ്ങൾക്ക് ഇവനെ കൊണ്ടുപോകേണ്ടി വന്നിരുന്നു. ആ കൊണ്ടുപോകേണ്ട വന്നത് കൊണ്ട് മാത്രം അവനത് എക്യുപ്ഡായി. അവനെ ആരും 2 മിനിറ്റ് ശിവനെ ഞാൻ നോക്കാട്ടെ ഇത് പോയിട്ട് വന്നു എന്ന് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള 2 വ്യക്തികളെ ഞാൻ മനസ്സിലാക്കി, ഞാൻ സപ്പോർട്ടാക്കി വെച്ചവരാണ്. അല്ലാതെ എനിക്കറിയാവുന്നവർ, ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചവരൊന്നും പറഞ്ഞിട്ടില്ല. അയ്യോ അവനെ പെട്ടെന്ന് വരുമോ നീ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് പറ്റില്ല, അവർക്കത് അറിയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം അത് ആ അക്സെപ്റ്റൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജേർണി നന്നാവുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാ പാരൻസും ഇതൊരു സ്ട്രഗിള് തന്നെയാണ്, ഇതൊരു റെസിലിയൻസ് അങ്ങനെയൊക്കെ തന്നെയാണ്. എന്ന് വെച്ചിട്ട് നമ്മുടെ കരിയറിനെയും നമ്മുടെ ജീവിതത്തിനെയും കളഞ്ഞിട്ട് നമുക്കൊരു അത് ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും ട്രൈ ചെയ്യണം. നമുക്കിപ്പോൾ എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ആപ്ലിക്കബിൾ ആവില്ല. നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവണ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവും. ആ ഒരു ഇതിലേക്ക് നിങ്ങളെല്ലാവരും എത്തണം. അല്ലാതെ എന്താ പറയുക, ഇതെനിക്ക് ഞാൻ വിധിച്ചു, എനിക്കിത് വിധിച്ചു, അതുകൊണ്ട് ഞാനിത് അനുഭവിക്കണു എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കൂടുതലത് മെൻ്റൽ ഇഷ്യൂസിലേക്കും മറ്റുള്ള പ്രശ്നങ്ങളിലേക്കും പോകും. അങ്ങനെ ഇനി ലീഗലി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാനത് അഡ്രസ് ചെയ്യാൻ. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എനിക്ക് തന്നെ കേട്ടിട്ട് കണ്ണു നിറഞ്ഞോണ്ടിരുന്നു. ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് എനിക്ക് തോന്നിപ്പോയി. എൻ്റെ ബ്ലോഗിനെ പറ്റിയിട്ട് റസീന വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. താങ്ക് യു സോ മച്ച്.